ഹലോ, ഇന്ന് ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ വലിയൊരു വുഡൻ്റെ ഫ്രെയിമാണ് എടുത്തിട്ടുള്ളത്. വലിയൊരു പെയിൻറ്റിങ്ങാണ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയ പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അതൊന്ന് വൃത്തികേടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വെക്കണം, അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ചാൽ അതങ്ങ് പൂപ്പൽ അങ്ങനത്തെല്ലാം വരും. ഫുള്ളായിട്ട് വൈറ്റ് കോട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് വൈറ്റ് കോട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വുഡിൻ്റെ പീസ് എന്ത് പെയിൻറ്റിങ് ചെയ്യുമ്പം അതിന് പെയിൻറ്റിങ് ഫുള്ളായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പൂപ്പൽ അങ്ങനത്തെ ഓരോന്ന് വരാൻ ചാൻസ് ഉണ്ട്. വേഗം നമ്മൾ ചെയ്ത ആ പെയിൻറ്റിങ് അങ്ങ് ഇതായിപ്പോവും. അപ്പോൾ ഫുള്ളായിട്ട് പെയിൻറ്റിങ് കൊടുത്തതിന് ശേഷം ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പെയിൻറ്റിങ് തുടങ്ങാം. ഫസ്റ്റ് ഈ ഒരു കളറാണ് എടുത്തിട്ടുള്ളത്, ബ്ലൂ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളമാക്കിയിട്ട് ആദ്യം അടിച്ചു കൊടുത്തത്. അപ്പോൾ ഒട്ടും തന്നെ പെയിൻറ്റിങ് ക്ലിയറായി കിട്ടുന്നില്ല. അപ്പോൾ വൈറ്റും ബ്ലൂവും മിക്സ് ആക്കിയിട്ട് ഈ ഒരു മെത്തേഡിൽ പെയിൻറ്റിങ് ചെയ്ത് നോക്കുമ്പോൾ നല്ല നീറ്റിലാണ് കിട്ടിയിട്ടുണ്ട്. പകുതിയോളം ഈ ഒരു പെയിൻറ്റിങ്ങാണ് ചെയ്യുന്നത് ഞാൻ. പകുതിയോളം ബ്ലൂവും വൈറ്റും മിക്സ് ആക്കിയിട്ട് അടിച്ച്, പിന്നെ അടിഭാഗം പകുതിയോളം ഗ്രീനും വൈറ്റും ആക്കിയിട്ടാണ് ഞാൻ പെയിൻറ്റിങ് ചെയ്യുന്നത്. 2 കളറായിട്ടാണ് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ പെയിൻറ്റിങ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. ഫുള്ളായിട്ട് പെയിൻറ്റിങ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല, ലോങ് ആകുന്നുണ്ട് വീഡിയോ. അപ്പോൾ സെൻറ്ററിൽ ബ്ലൂവും ഗ്രീനും മിക്സ് ആക്കിയിട്ട് അടിക്കുന്നുണ്ട്. അന്നേരം ഫുള്ളായിട്ടും പെയിൻറ്റിങ് കഴിഞ്ഞാൽ ഒരു മാർബിൾ ഷേപ്പാണ് പെയിൻറ്റിങ് നമുക്ക് ചെയ്ത് കിട്ടുക. ഗ്രീനും ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് അടിച്ചത് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിക്ചർ വരച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ട്രീൻ്റെ പിക്ചറാണ് വരയ്ക്കുന്നത്. അപ്പം ബ്രൗൺ കളറാണ് അതിനെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഞാൻ ആദ്യം ഒന്ന് ലൈന് വരച്ചു കൊടുക്കും, പിന്നെ കട്ടിയിലാക്കിയിട്ടാണ് വരയ്ക്കുന്നത്. ലാസ്റ്റ് ഞാൻ ഇതുപോലെ ട്രീൻ്റെ രൂപത്തിൽ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലെല്ലാം ഈ ബ്രൗൺ ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം ഡ്രൈ ആയതിന് ശേഷം ലാസ്റ്റ് ഡോട്ട് ഇട്ടിട്ടാണ് ഞാൻ ഫ്ലവേഴ്സ് വരയ്ക്കുന്നത്. അപ്പം ഓറഞ്ചും യെല്ലോവും 2 ബഡ്സിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ട് ഇതുപോലെ ഞാൻ പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ബഡ്സ് ഒപ്പരാക്കി വെക്കുമ്പോൾ വേഗം തീരും. വലിയ പെയിൻറ്റിങ് ആയതുകൊണ്ട് കുറേ ദിവസം എടുത്തിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് തീർന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ പെയിൻറ്റിങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ലാസ്റ്റ് ഫുള്ളായിട്ട് ഓരോ മൂലക്കായിട്ട് ഇതുപോലെ അങ്ങ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഓറഞ്ചും യെല്ലോവും മിക്സ് ആക്കിയിട്ടാണ് കളറിങ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ ഒരു കളർ ഇഷ്ടമായതുകൊണ്ട് കൊടുത്തതാണ്. ഏത് കളർ നമുക്ക് ഇങ്ങനെ തന്നെ ചൂസ് ചെയ്യാം. അപ്പോൾ ഫൈനൽ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു.